വയനാട്ടിലെ ബാവലിയിൽ ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കാൻ 5-ാം ദിവസവും ശ്രമങ്ങൾ തുടരുകയാണ്. ഇന്നലെ രാത്രി ആന കർണാടക വനത്തിലേക്ക് കടന്നുവെങ്കിലും വൈകാതെ തിരിച്ചെത്തി. ഇന്ന് രാവിലെ മുതൽ ബാവലി വനമേഖലയിൽ തന്നെ ആന നിലയുറപ്പിച്ചിട്ടുണ്ട്. ആനയെ കണ്ടെത്താൻ AI സഹായത്തോടെ പ്രവർത്തിക്കുന്ന തെർമൽ ക്യാമറ കൂടി എത്തിച്ചിട്ടുണ്ട്. കമൽ വിവരങ്ങൾ വേണ്ട. കമൽ, ദിവസങ്ങൾ അങ്ങനെ പോകുന്നു. ഇത് വലിയ ദൗത്യമാണ്. വനവകുപ്പിനും പ്രതിസന്ധികൾ ഒരുപാടുണ്ട്. എന്തെങ്കിലും ഒരു ശുഭകരമായ പുരോഗമനം ഉണ്ടായിട്ടുണ്ടോ? ദിവേഷ്, ശുഭകരമായ ഒരു വാർത്തയ്ക്കായാണ് നമ്മളും കാത്തു നിൽക്കുന്നത്. ഇന്നും ആന ഈ ബാവലി വനമേഖലയിലുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പറഞ്ഞതുപോലെയും ഇന്നലെ വനംവകുപ്പ് പുറത്തുവിട്ട ആകാശ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെയും ഈ ഉയർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളാണ് പ്രശ്നം. ദൗത്യസംഘം എത്തുമ്പോഴേക്ക് ആന ഇത്തരം കാടുകൾക്കുള്ളിൽ മറയുന്നു. അതുപോലെ കൂടെ മറ്റൊരു മോഴയാനയുണ്ട്. ഈ രണ്ടാനകളും ഇത്തരം അടിക്കാടുകളുള്ള പ്രദേശത്തു കൂടി പോകുന്ന ദൃശ്യങ്ങളാണ് ഇന്നലെ ഡ്രോണിൽ പതിഞ്ഞത്, വനംവകുപ്പിൻ്റെ ഡ്രോണിൽ. അതാണ് ഇന്നലെ നമ്മൾ കാണിച്ചത്. ആ ദൃശ്യങ്ങളിൽ അറിയാം ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതോടൊപ്പം ഈ മറ്റൊരു ആനയും കൂടെയുള്ളതും ദൗത്യസംഘത്തെ വലയ്ക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി നാഗർഹോളെ മേഖലയിലേക്ക് കടന്ന ആന അധികം വൈകാതെ തിരിച്ചെത്തിയത് ഒരു ആശ്വാസമായിട്ടുണ്ട്. ഇന്ന് എന്തായാലും ബാവലി വനമേഖലയിൽ തന്നെ ആനയുടെ സാന്നിധ്യം ഉള്ളതായാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ആനയെ മറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന തെർമൽ ക്യാമറ കൂടി എത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ സാങ്കേതിക വിദ്യയുടെ സഹായം കൂടി തേടുകയാണ്. ഈ ഹാസനിൽ നിന്ന് ഈ ആനയെ പിടിക്കാൻ ഏതാണ്ട് 10 ദിവസം എടുത്തു. കാപ്പിത്തോട്ടത്തിനകത്ത് നിന്ന് മയക്കുവെടി വെച്ച് പിടികൂടാൻ എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വനത്തിലുള്ള ആനയെ പിടിക്കുന്നത് എത്രത്തോളം ദുഷ്കരമായ ഒരു കാര്യമാണെന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും വനംവകുപ്പ് ഓരോ ദിവസവും ശുഭപ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് രാവിലെ 6:30 തന്നെ ദൗത്യസംഘം കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആനയെ മുന്നിൽ കാണുകയും മയക്കുവെടി വെക്കാൻ കഴിയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കുവയ്ക്കുന്നത്. ശരി.